ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട്? സുഖമാണ് വിചാരിക്കും. പിന്നെ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ, ഞാൻ കുറച്ച് മുന്നേ ഒരു വീഡിയോ ഇട്ടു. അതായത് സ്കൂളിൽ മാസമാണെങ്കിൽ അറബിയ എന്തായിക്കോട്ടെ, പഠിത്തത്തിൻ്റെ മാസമാണെങ്കിൽ ഓരോ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ പറഞ്ഞു. പിന്നീട് എന്നോട് കുറേ ആൾക്കാർ ചോദിച്ച സംഭവമാണ്, ആദ്യം ഗവൺമെൻറ്റിൽ കയറണോ അല്ല പ്രൈവറ്റിൽ കയറണോ എന്ന് ചോദിച്ചാൽ, അത് നിങ്ങളെത്താണ്, നമ്മളെത്തല്ല, നിങ്ങളെത്താണ്. നിങ്ങൾ ഓരോരുത്തരെത്താണ്. ഗവൺമെൻറ്റിൽ കയറണോ അല്ല പ്രൈവറ്റിൽ കയറണോ നിങ്ങളെത്താണ്. അത് നമ്മളെത്തല്ല. നമ്മൾ ഒരു മാസമാണെങ്കിൽ നമ്മളല്ലേ ശ്രമിക്കുന്നത്. അതേമാതിരി തന്നെയാണ് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളുള്ളിൽ ആദ്യം ഏതിലാണ് കയറേണ്ടത് നിങ്ങൾ തീരുമാനിക്കുക. പക്ഷേ ഞാനൊരു കാര്യം പറയാം, എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾക്ക് നല്ല അഭിപ്രായമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് അറിയിക്കുക. നിങ്ങൾ ഓരോരുത്തർ ഓരോ ഇതല്ലേ, നമ്മൾ വിചാരിച്ച കാര്യമല്ലല്ലോ. എല്ലാവർക്കും ഓരോ ഇതാണല്ലോ. ഗവൺമെൻറ്റിൽ കയറണം പ്രൈവറ്റിൽ കയറണം, ആദ്യം എല്ലാവരും മനസ്സിലാവരെ മാതിരിയാണല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ അറിവിലുള്ള കാര്യം ഞാൻ പറയാം. ആദ്യം നമ്മളിപ്പോൾ ഒരു സ്കൂളിലൊരു മാസം ആവണമെന്നുണ്ടെങ്കിൽ എല്ലാ ഇതിലും പാസ്സായി കഴിഞ്ഞ് നമ്മൾ ഒരു മാർച്ച് ഏത് വിഷയം പഠിപ്പിക്കുന്ന അതിൽ നമ്മൾ ഓഫീസിൽ പോകുന്നു. ആദ്യം ഗവൺമെൻറ്റിലാണോ എന്നുള്ളത് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാത്തിലും പാസ്സായതിന് സർട്ടിഫിക്കറ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഓരോന്ന് ചോദിച്ചു. അപ്പോൾ ആദ്യം ഏതാ വേണ്ടി നോക്കുമ്പോൾ ഗവൺമെൻറ് ജോലി എന്ന് പറയുമ്പോൾ അപ്പോൾ അതിലുണ്ടാവില്ല. അപ്പോൾ അതിനും പുറകിൽ PSC പരീക്ഷ എഴുതിയിട്ട് എല്ലാം പാസ്സായതിൻ്റെ ശേഷക്കാരം പിന്നെയാണ് കിട്ടുക. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ആദ്യം നിങ്ങൾ പാസ്സായി കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് വാങ്ങി കഴിഞ്ഞ് അപ്പോൾ ഗവൺമെൻറ്റിൽ PSC പരീക്ഷ ജയിച്ചിട്ടൊന്നല്ല, പഠിത്തത്തിൽ മെടുക്കാനായിട്ട് പിന്നെ പ്രൈവറ്റിൽ കയറാൻ നോക്കുക, പഠിപ്പിക്കാൻ നോക്കുക. എന്നിട്ട് 1 വർഷം 2 വർഷം പിന്നെ ഓരോ കാര്യങ്ങൾ ഗവൺമെൻറ് ജോലിൻ്റെ കാര്യങ്ങളായിട്ട് ഇങ്ങനെ മനസ്സിലിങ്ങനെ കൊണ്ടുനടക്കും. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഗവൺമെൻറ് ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമൊന്നുമല്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ആദ്യം പ്രൈവറ്റിൽ കയറുക, പിന്നെ കുറച്ച് കയ്യിൽ പൈസ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നീട് നമ്മുടെ മനസ്സിൽ ഒരു എന്ത് പ്രശ്നമില്ലാത്ത രീതിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗവൺമെൻറ് ജോലി കയറാൻ നോക്കുക. അതാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഗവൺമെൻറ് ജോലി കിട്ടിക്കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞിട്ട് പൈസ വന്നാൽ പിന്നെ ബാക്കി കാര്യങ്ങൾ കാടിയും മറ്റൊക്കെ ഒരു പ്രശ്നത്തിലാവും. അപ്പോൾ നമ്മൾ നേരത്തെ മനസ്സിലാക്കേണ്ടത് ആദ്യം പ്രൈവറ്റിൽ കയറാൻ നോക്കുക. പ്രൈവറ്റിൽ കയറിയിട്ട് 2 കൊല്ലം നിങ്ങളൊറ്റ പോലെ 1 കൊല്ലം 2 കൊല്ലം നിങ്ങളൊറ്റ പോലെ കഴിഞ്ഞിട്ട് പിന്നെ ഗവൺമെൻറ് ജോലിയിൽ കാര്യങ്ങളായിട്ട് ഓരോ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. എന്നാൽ നമുക്ക് ഗവൺമെൻറ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഗവൺമെൻറ് സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഒരു അവസരം കിട്ടും. മനസ്സിലായോ? അത് കുറച്ച് വരുമാനം ഉണ്ടാവും. ഓക്കെ. അപ്പോൾ എൻ്റെ അഭിപ്രായം ഞാൻ അങ്ങോട്ട് പറഞ്ഞു. നിങ്ങളുടെ അഭിപ്രായം ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ പറയാം. എല്ലാവരും അവനവൻ്റെ ഒരു ഇതല്ല, ഗവൺമെൻറ്റിൽ കയറണോ പ്രൈവറ്റിൽ കയറണോ എന്ന് എല്ലാവരും ഓരോ ഇതാണ്, ആഗ്രഹമാണ്. അപ്പോൾ നമ്മളത് എൻ്റെ ഒരു അറിവ് നിങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്തതെന്ന് മാത്രം. നിങ്ങൾ അതിൻ്റെ ഇടയിൽ കമൻറ്റ് അറിയിക്കുക, ഏതാണ് ശരി ഏതാണ് തെറ്റ്. ഞാൻ ആദ്യം പറയുന്നു, ആദ്യം പ്രൈവറ്റിൽ കയറുക, പിന്നെ ഗവൺമെൻറ് ജോലി കയറുക. എൻ്റെ അഭിപ്രായം അതാണ്. നിങ്ങളുടെ അഭിപ്രായം ഇതിൽ കമൻറ്റ് അറിയിക്കുക. ഓക്കെ.